അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് പ്രകാരം ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള 3 ദിവസങ്ങൾ അയ്യാമുത് തശ്രീഖ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വഹിയ സലാസത്തുൻ ഇൻദ ശാഫിഈ ബഅദൽ ആശിർ എന്നാണ് മുഗ്നിയിൽ കാണുക. ദുൽഹിജ്ജ 10 ശേഷമുള്ള 3 ദിവസങ്ങൾ അഥവാ ദുൽഹിജ്ജ 11, 12, 13 ഈ 3 ദിവസങ്ങളും അയ്യാമുത് തശ്രീഖാണ് ഷാഫിഈ ഇമാമിൻ്റെ മദ്ഹബ് പ്രകാരം. എന്നാൽ മറ്റ് 3 ഇമാമീങ്ങളും ദുൽഹിജ്ജ 11, 12 ദിവസങ്ങൾ മാത്രമാണ് അയ്യാമുത് തശ്രീഖായി ഗണിക്കുന്നുള്ളൂ. അപ്പോൾ അയ്യാമുത് തശ്രീഖിൽ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ, അയ്യാമുത് തശ്രീഖുമായി ബന്ധപ്പെട്ട ശർഈ വിധികൾ ഷാഫിഈ മദ്ഹബ് പ്രകാരം 3 ദിവസത്തെയും ബാധിക്കുമ്പോൾ മറ്റു മദ്ഹബുകളിൽ 2 ദിവസത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ. അയ്യാമു മിന എന്നും ഈ ദിവസങ്ങൾക്ക് പേരുണ്ട്. കാരണം ഹാജിമാർ ജംറകളിലേക്ക് എറിയാൻ വേണ്ടി മിനയിൽ തങ്ങുന്ന ദിവസങ്ങളായതുകൊണ്ട് അയ്യാമു മിന എന്നും പേരിട്ട് വിളിക്കപ്പെടാറുണ്ട്. അയ്യാമു മഅദൂദാത്ത് എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഈ ദിവസങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സൂറത്തുൽ ബഖറയുടെ 203-ാമത്തെ ആയത്ത് വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. ഇവിടെ അയ്യാമും മഅദൂദാത്ത് കൊണ്ട് ഉദ്ദേശ്യം അയ്യാമുത് തശ്രീഖാണ് എന്ന് തഫ്സീർ ജലാലൈനിയും ബൈളാവിയും ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറും അങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക തഫ്സീറുകളെല്ലാം അർത്ഥം നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ ദിവസങ്ങൾക്ക് അയ്യാമുത് തശ്രീഖ് എന്ന് പറയാൻ കാരണം? മഹാനായ മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിച്ചു പറയുന്നത് കാണാം. കാനു യുശരിഖൂന ഫീഹാ ലുഹൂമൽ അളാഹി അയ് യുഖദ്ദിദൂനഹാ വയബ്സുഖൂനഹാ ഫിശ്ശംസി ലിയജിഫ. പഴയ കാലത്ത് ഉദ്ഹിയ്യത്തിൻ്റെ മാംസങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കഷ്ണിച്ച് സൂര്യൻ്റെ ചൂടിൽ വെച്ച് അതിനെ ഉണക്കിയെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ശർറഖ യുശരിഖു തശ്രീഖ്, ഇറച്ചി പീസാക്കിയിട്ട് ഉണക്കുന്ന ദിവസങ്ങൾ, ആ അർത്ഥത്തിലാണ് അയ്യാമുത് തശ്രീഖ് എന്ന പേര് വന്നിട്ടുള്ളത്. ഈ ദിവസങ്ങൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അയ്യാമുത് തശ്രീഖ് ദിവസങ്ങൾ നോമ്പിൻ്റെ സ്വീകരണിയല്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് അനുസരിച്ച് ഈ 3 ദിവസങ്ങളിൽ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ ദിവസങ്ങളെപ്പോലെ തന്നെ ഒരു നോമ്പും അനുഷ്ഠിക്കാൻ പാടില്ല. വലാ യജൂസു വലാ യസിഹു സൗമുൽ ഈദി അൽ ഫിത്രി വൽ അദ്ഹ ഇത്തിഫാഖൻ വകദ തശ്രീഖു ഫിൽ ജദീദി. ചെറിയ പെരുന്നാളിൻ്റെ അന്നും വലിയ പെരുന്നാളിൻ്റെ അന്നും നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ്. അനുഷ്ഠിച്ചാൽ അത് സ്വഹീഹല്ല എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ അയ്യാമുത് തശ്രീഖിൻ്റെ ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ് എന്നാണ് ഷാഫിഈ ഇമാമിൻ്റെ ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെയും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ മദ്ഹബ് അനുസരിച്ച് ചില നോമ്പുകൾ തമത്തുഴിൻ്റെ ഭാഗമായിട്ടുള്ള, അതുപോലെ കഫാറത്തിൻ്റെ ഒക്കെ നോമ്പുകൾ അത്തരം ദിവസങ്ങളിൽ അനുഷ്ഠിക്കാമെന്നുണ്ട്. എന്നാൽ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഒരു തരത്തിലുള്ള നോമ്പും അയ്യാമുത് തശ്രീഖ് ദിവസങ്ങളിൽ പാടില്ല. അനുഷ്ഠിച്ചാൽ അത് സ്വഹീഹാവുകയില്ല, ഹറാമാണ്
ഹറാമിൻ്റെ കുറ്റം കിട്ടും. നേർച്ചയാക്കി ഒരാൾ നോമ്പെടുക്കാൻ അയ്യാമുത്ത തശ്രീഖ് ദിവസങ്ങളിൽ, അയ്യാമുത്ത തശ്രീഖിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം നോമ്പെടുക്കാൻ നേർച്ചയാക്കിയാൽ വലോ നദറ സൗമഹൂലം യൻഅഖിദ്, ആ നേർച്ച തന്നെ സ്വഹീഹല്ല എന്ന് മുഗ്നിയിലും നിഹായിലുമൊക്കെ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? വഇന്നമാ ഹുർരിമ സൗമുൽ ഈദി വഅയ്യാമി തശ്രീഖി ലിഅന്ന അന്നാസ അളിയാഫുല്ലാഹി ഫീഹാ. പെരുന്നാൾ ദിവസങ്ങളിലും അതുപോലെ തശ്രീഖിൻ്റെ ദിവസങ്ങളിലും നോമ്പ് ഹറാമാണ് എന്ന് പറയാൻ കാരണം, അത് നിഷിദ്ധമാക്കിയതിൻ്റെ കാര്യം എന്താണ്? ലിഅന്നന്നാസ അളിയാഫുല്ലാഹി ഫീഹാ. ആ ദിവസങ്ങളിൽ മനുഷ്യർ അള്ളാഹുവിൻ്റെ അതിഥികളാണ്, അള്ളാഹുവിൻ്റെ വിരുന്നുകാരാണ്. അള്ളാഹു അവരെ വിരുന്നൂട്ടുന്ന സമയമാണ്. അതുകൊണ്ടാണല്ലോ ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ അയ്യാമു തശ്രീഖിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അയ്യാമു മിന അയ്യാമു അക്ലിൻ വശുർബിൻ. അതെ, അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ തിന്നാനും കുടിക്കാനുമുള്ള ദിവസങ്ങളാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇമാം ഖബറാനിയുടെ റിപ്പോർട്ടിൽ അയ്യാമു അക്ലിൻ വ ശുർബിൻ വ ബിആൽ എന്നുകൂടി കാണാം. അതായത് അയ്യാമു തശ്രീഖ് ദിവസങ്ങൾ തിന്നാനും കുടിക്കാനും രമിക്കാനും ഒക്കെയുള്ള ദിവസങ്ങളാണ്. എല്ലാം ഹലാലായ മാർഗത്തിലാകണം എന്നത് പറയേണ്ടതില്ലല്ലോ. വദിക്രില്ലാഹി തആല, അല്ലാഹു തആലക്ക് ദിക്ർ ചെല്ലാനുള്ള ദിവസങ്ങൾ കൂടിയാണ്. അപ്പോൾ നന്നായി ഭക്ഷണം കഴിച്ചും അങ്ങനെ വെള്ളം കുടിച്ചും ആ രീതിയിൽ അള്ളാഹുവിൻ്റെ വിരുന്നൂട്ടൽ സ്വീകരിക്കേണ്ട ദിവസങ്ങളാണ്. അന്ന് നോമ്പെടുത്ത് കഴിയേണ്ട ദിവസങ്ങളല്ല. അതേസമയം വദിക്രില്ലാഹി തആല കേവലം പാനവും ഭോജനവും ഭോഗവുമൊക്കെയായി അള്ളാഹുവിനെ മറന്നു പോകാനും പാടില്ല. അതുകൊണ്ടാണ് ആ ഹദീസിൽ തന്നെ അള്ളാഹുവിന് ദിക്ർ ചൊല്ലേണ്ട, അള്ളാഹുവിനെ ഓർക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് എന്ന് പ്രത്യേകം പറഞ്ഞത്. വിശുദ്ധ ഖുർആനും വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന് ദിക്ർ ചൊല്ലണം. എല്ലാ നിസ്കാരങ്ങളുടെ ഉടനെ, ഫർളോ സുന്നത്തോ ഏത് നിസ്കാരമാവട്ടെ, നിസ്കാരങ്ങൾക്കുടനെ തക്ബീർ ചൊല്ലി, അതുപോലെ ഉലഹിയത്ത് മൃഗങ്ങൾ അറവ് നടത്തുന്ന സമയത്ത് തക്ബീർ ചൊല്ലി, അങ്ങനെയൊക്കെ ദിക്ർ ചൊല്ലിയും ധന്യമാക്കേണ്ട ദിവസങ്ങളാണ് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ. ആകയാൽ അയ്യാമു തശ്രീഖ് എന്ന ദുൽഹിജ്ജയുടെ 11, 12, 13 ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.